ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ നമ്മൾ രാത്രി കണ്ണൂരാണ് കേട്ടോ എത്തിയത്. ഒരു 11:30 കണ്ണൂർ ടൗണിലെത്തിയിട്ടുണ്ട് നമ്മൾ. പിന്നെ നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയൊരു ലോഡ്ജ്, ഒരു ബഡ്ജറ്റ് ടൈപ്പ് ലോഡ്ജ് നമ്മൾ ഇന്നലെ എടുത്ത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ച്. ഇപ്പോൾ സമയം 7:50 അപ്പോൾ ഇന്ന് നമ്മളിനി ഇവിടുന്ന് ബാഗെല്ലാം പാക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പോവുകയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ താമസിച്ച ഒരു റൂം കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ഫസ്റ്റ് ഡേ സ്റ്റേ ചെയ്ത ഒരു റൂം കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാതെ 2 ബെഡുണ്ട്, പിന്നെ ഫാന്, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇന്നലെ വാങ്ങിച്ചു വെച്ചാണ് കേട്ടോ. രാത്രി എത്തിയപ്പോൾ പിന്നെ കടകളൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ നമ്മൾ നോക്കി നടന്നില്ല. അപ്പോൾ ചെറിയൊരു ബിസ്ക്കറ്റ്, പിന്നെ അതുപോലെ പഴം, പിന്നെ ഒരു ചെറിയൊരു മാംഗോ ജ്യൂസ്, ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി കഴിച്ചത് കേട്ടോ. പിന്നെ നമ്മുടെ കേരള ടു കശ്മീർ എന്ന് പറയുന്ന ബോർഡ് ഇവിടെ ഉണ്ട്. ചെറുതായിട്ടൊരു ഡാമേജ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് മാറ്റി വേറെ ചെയ്യണം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമുണ്ട് കേട്ടോ. നമ്മൾ ബഡ്ജറ്റ് എന്ന് വിചാരിക്കുമ്പോൾ ബാത്റൂം എല്ലാം വളരെ മോശമായിരിക്കുന്നതാണ്, പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബാത്റൂമുണ്ട്. നമ്മുടെ റൂമിൻ്റെ വിൻഡോ ഒന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ ഫുള്ള് മഴയാണ് കണ്ടോ. ഗ്ലാസ്സിലൊക്കെ മഞ്ഞ് കയറിയിട്ടുണ്ട്. രാവിലെ മുതൽ തുടങ്ങിയ മഴ കേട്ടോ, നല്ല അടിപൊളി മഴ. സൂപ്പർ മഴ, നല്ല അടിപൊളി മഴയാണ്. ഓക്കെ, അപ്പോൾ നമ്മളിനി എന്തായാലും ബാഗെല്ലാം പാക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ബാക്കി വിശേഷങ്ങൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ് കേട്ടോ. ഈ ഒരു ചെറിയ ഹോട്ടലാണ് നമ്മൾ ഇന്നലെ റൂം എടുത്ത്. ശരി, നിങ്ങൾ കാശ്മീർ ചാവി ഞാൻ തരാം. ഒരു മിനിറ്റ് അത് അവിടെ ആക്കട്ടെ. വീട്ടിലെ 106 നമ്പർ റൂമിലാണ് നമ്മൾ താമസിച്ചത്. എന്താ അപ്പോൾ ബൈ. ശരി. കേട്ടോ, നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫുള്ള് മഴ, നല്ല മഴ, രാവിലെ തുടങ്ങിയ മഴയാണ്. ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയാണ്. ഇന്നലെ രാത്രി നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ കണ്ണൂരായിരുന്നു സ്റ്റേ ചെയ്തത്. സമയം ഇപ്പോൾ 9 മണിയുണ്ട്. നമ്മൾ ഇവിടുന്ന് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ കണ്ണൂരിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. കണ്ണൂർ പുതിയ തെരു എന്ന് പറയുന്ന ഒരു സ്ഥലത്തൂടെ നമ്മൾ ഹൈവേയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 100 സംതിങ് കിലോമീറ്റർ ഉണ്ട് കാസർഗോഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ കാസർഗോഡ് എത്തുന്നില്ല, അതിന് മുമ്പാണ് ബേക്കൽ ഫോർട്ട്. ബേക്കൽ ഫോർട്ടിലേക്ക് ഒരു 70 സംതിങ് കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം രാവിലെ 9 മണിയുണ്ട്. കടകളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നല്ല മഴയാണ്, അടിപൊളി മഴയാണ് കേട്ടോ. മഴയായത് കാരണം എനിക്ക് ഗോപ്രോയിൽ അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാ വിഷയത്തിലും അങ്ങോട്ട് എടുക്കാൻ പറ്റുന്നില്ല. കാരണം ഞാൻ ഇതിൽ വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു കേസ് ഇട്ടിട്ടില്ല. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പയ്യന്നൂർ പിലാത്തറ എന്ന് പറയും. പിലാത്തറ കാസർഗോഡ് ഹൈവേ ആണ് കേട്ടോ അത്.
നമ്മളിപ്പോൾ നീലേശ്വരത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. പടന്നക്കാട് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയം ഇപ്പോൾ 10:30 കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതുപോലെ കടലക്കറി. നിതിൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മളിനി കഴിച്ചിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ബേക്കൽ ഫോർട്ട് ലക്ഷ്യമാക്കിയിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ രണ്ടാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. ഒരു ഹായോ. അങ്ങനെ നമ്മൾ ബേക്കൽ ഫോർട്ട് എത്തി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ബേക്കൽ ഫോർട്ട് വരുന്നത്. നല്ല മഴയാണ് ഇപ്പോൾ, അടിപൊളി മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഇതാ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് നടന്നു വരണം കേട്ടോ. ഈ പുറകിൽ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ഇവിടുന്ന് എടുത്തായിരുന്നു. അതുപോലെ തന്നെ ടിക്കറ്റ് നിരക്കുകളും കാര്യങ്ങളും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാർക്ക് 25 രൂപയും ഫോറിനേഴ്സിന് 300 രൂപയാണ് കേട്ടോ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഞാൻ ഓൾറെഡി 2 ടിക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം എടുത്തു. നമുക്ക് ക്യാഷാണ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ കേട്ടോ. ക്യാഷ് അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ഒരു QR കോഡ് സ്കാൻ ചെയ്തിട്ട് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ 2 ഇവിടെ ഉള്ളൂ, അല്ലാതെ GPay ഒന്നും ഇവിടെ അവർ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ക്യാഷ് കൊടുത്തിട്ട് 2 ടിക്കറ്റ് എടുത്തു. 25 രൂപയാണ് ഒരാൾക്ക്, 2 ടിക്കറ്റിന് 50 രൂപ. അങ്ങനെ ഞങ്ങൾ ബേക്കൽ ഫോർട്ടിൻ്റെ ആ ഒരു വലിയ വ്യൂ പോയിൻറ്റിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നല്ല മഴയുണ്ട്. നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ ക്യാമറയിലൊന്നും അധികം സൗണ്ട് വരുന്നില്ല. സോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുകയാണ്. ഞാൻ ഈ കുട വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു സംഘത്തിൻ്റെ കേട്ടോ. അപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. കണ്ടില്ലേ, ഇവിടുന്ന് നോക്കുമ്പോൾ കടൽ നല്ല രീതിയിൽ തിരയടിക്കുന്നതൊക്കെ ഇവിടുന്ന് കാണാൻ പറ്റും. അതിൻ്റെ ഒരു എരമ്പെല്ലാം നമുക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്കത് എനിക്ക് കേൾപ്പിക്കാൻ പറ്റില്ല. ഒരിക്കലെങ്കിലും നിങ്ങൾ നേരിട്ട് വന്നിട്ട് ഇതൊന്ന് കാണണം കേട്ടോ. അത്രയും ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ടുണ്ടല്ലോ, ആ ഒരു പച്ചപ്പും ആ മഴയുടെ ആ ഒരു സൗണ്ടും അതുപോലെ തന്നെ ആ ഒരു കടലിൻ്റെ എരമ്പിലും ഭയങ്കര നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ചുറ്റും കടൽ നമുക്ക് കേട്ടോ തിരയടിച്ചിട്ട്, എനിക്ക് ഗോപ്രോയിൽ എത്ര കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല. കടലിങ്ങനെ തിരയടിച്ച് വരുന്നതിൻ്റെ ആ ഒരു സൗണ്ട് നമുക്ക് ഇവിടെ നിന്ന് കേൾക്കും. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് കേട്ടോ. 1-2 ഫോട്ടോസ് എടുക്കുന്നു, ഇറങ്ങുന്നു. അധികം നേരം കറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഇനിയിപ്പോൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തണം. നല്ല മഴയാണ്. അപ്പോൾ ആരെങ്കിലും ഇനി ഇങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വന്ന് കാണുക. അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ ഒരു മഴക്കാലത്ത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ ഈ ഒരു ബേക്കൽ ഫോർട്ടിൽ നിന്ന് കാണുന്ന ഈ ഒരു കാഴ്ചകൾ. നമ്മളിപ്പോൾ ബേക്കൽ ഫോർട്ട് കണ്ടു കഴിഞ്ഞ് നേരെ ഉടുപ്പി ലക്ഷ്യമാക്കി പോകുന്നുണ്ടോ, മംഗലാപുരം ഉടുപ്പി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഈ റൂട്ടാണ്. അപ്പോൾ നമുക്കിനി മംഗലാപുരത്തിൽ പോകുന്നത്. ഇത് കാസർഗോഡിനുള്ള റൂട്ടാണ് കേട്ടോ. നമ്മളിവിടെ സിഗ്നലിൽ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഇനി നേരെ മംഗലാപുരം വഴി ഉടുപ്പി, മുരുടേശ്വർ, തലപ്പാടി ടോൾ പ്ലാസ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ കേരളം കഴിഞ്ഞു കർണാടകയിലേക്ക്, നമ്മുടെ ആദ്യത്തെ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരെ ഇവിടുന്ന് ഉടുപ്പിയിലേക്ക് 77 കിലോമീറ്റർ ഉണ്ട് ഉടുപ്പിയിലേക്ക്. അപ്പോൾ ഉടുപ്പി പോയിട്ട് പിന്നെ മുരുടേശ്വർ ഇന്ന് പിടിക്കണമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. 176 കിലോമീറ്റർ ഉണ്ട് മുരുടേശ്വറിലേക്ക്. അപ്പോൾ നമ്മളെന്തായാലും ഇനിയിപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മംഗലാപുരം, അത് കഴിഞ്ഞാൽ ഉടുപ്പിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ യാത്ര നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ മുരുടേശ്വർ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ രാത്രി 7 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊരു അക്കോമഡേഷൻ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു വീടിൻ്റെ മുകളിലൊരു റൂമിലാണ്. നമ്മൾ മുരുടേശ്വർ എത്തുമ്പോൾ തന്നെ റൂം വേണമെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ നമുക്ക് 2 സൈഡ് നിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരാളിൽ നിന്നാണ് നമുക്കൊരു റൂം കിട്ടിയത്. കുറേ ബാർഗെയിൻ ചെയ്തു. 500 രൂപയ്ക്ക് നമുക്ക് റൂം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം കേട്ടോ.
വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടിയുടെ ബാക്ക് ടയർ ഒന്ന് പഞ്ചറായി, കണ്ടില്ലേ, കാറ്റ് ഫുള്ളായിട്ട് പോയിരിക്കുകയാണ്. നമ്മൾ ലഗേജ് റൂമിൽ വെച്ചിട്ട് താഴെ ഇറങ്ങി നോക്കിയപ്പോഴാണ് ഈ ഒരു സംഭവം കണ്ടത്. പിന്നെ നമുക്കിനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, സമയമായി, കടകളെല്ലാം അടച്ചു. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട്, പഞ്ചർ ഷോപ്പുണ്ട്. അപ്പോൾ അവരിനിപ്പോൾ നാളെ രാവിലെ 8 മണി 8:30 ആ ടൈമിലേ തുറക്കുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഒരു ചേട്ടൻ തന്നെ നമുക്ക് അവരുടെ കോൺടാക്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് രാവിലെ ഇനിയിപ്പോൾ അത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അമ്പലത്തിൻ്റെ ഒരു നൈറ്റ് വ്യൂ കാണാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. നമുക്കിപ്പോൾ എന്തായാലും അമ്പലത്തിനകത്തോട്ട് കയറാൻ പറ്റില്ല, ഇപ്പോൾ ക്ലോസ്ഡാണ്. അപ്പോൾ ഇവിടെ ചുറ്റും ഈ ഒരു ഫിഷിംഗ് ബോട്ടുകളൊക്കെ കെട്ടിയിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ ഗോപുരത്തിൽ ആ ലൈറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ, അതൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇപ്പോൾ അമ്പലം ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ആരും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ദൂരെ ആ ശിവൻ്റെ സ്റ്റാച്ചു നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗോപുരത്തിൽ ഇടയ്ക്കിടയ്ക്ക് മാറി വരുന്ന ആ ഒരു ലൈറ്റിങ്ങിൻ്റെ ആ ഒരു ഭംഗി നമുക്ക് ഇവിടുന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇപ്പോൾ അകത്തോട്ട് കയറാൻ പറ്റില്ല, നമുക്ക് ഈ പുറത്തുനിന്നുള്ള ഈ ഒരു കാഴ്ച മാത്രമേ നമുക്കിപ്പോൾ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗോപുരത്തിൽ ഇപ്പോൾ ഒരു വെള്ള ലൈറ്റാണുള്ളത്. ഞങ്ങൾ നേരത്തെ വരുന്ന സമയത്ത് ഒരു റെഡ് ലൈറ്റിലായിരുന്നു ഈ ഗോപുരം നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അത് മാറും, വേറൊരു ലൈറ്റാവും. കണ്ടില്ലേ, ഇപ്പോൾ ഒരു ബ്ലൂ ലൈറ്റിലാണ് ആ ഒരു ഗോപുരം നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാത്രി വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇതാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത്. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി പഞ്ചർ ഷോപ്പിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി വന്ന ഉടനെ തന്നെ അതിൻ്റെ ബാക്ക് വീലെല്ലാം അഴിച്ച് പഞ്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് എവിടെയാണ് പഞ്ചർ എന്നുള്ളതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു പഞ്ചർ കണ്ടുപിടിച്ചു, അത് അടയാളപ്പെടുത്തി. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഒന്നും കുത്തിക്കയറിയിട്ടുള്ള പഞ്ചറല്ല, നമ്മുടെ റിമ്മിൻ്റെ തുരുമ്പ് തട്ടിയിട്ടാണ് ആ ഒരു പഞ്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ പഞ്ചർ വർക്ക് ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ട്യൂബുള്ള ടയർ മാറ്റിയിട്ട് ട്യൂബ്ലെസ് ടയറുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ നോക്കുക, അതാണ് കുറച്ചുകൂടെ ബെറ്റർ. ഇനിയിപ്പോൾ ആൾ നമ്മുടെ ആ ഒരു ടയറിൻ്റെ പഞ്ചർ ഒട്ടിക്കാനുള്ള ഒരു പരിപാടിയില്ല കേട്ടോ. അങ്ങനെ ട്യൂബെല്ലാം പഞ്ചർ ഒട്ടിച്ച് ടയറെല്ലാം സെറ്റായിട്ടോ. ഇനിയിപ്പോൾ അത് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്തിട്ട് നമുക്കിനി റൂമിൽ പോയിട്ട് പാഗെല്ലാം എടുത്തിട്ട് വേണം നമുക്കിനി പോകാൻ. അപ്പോൾ ഇതിപ്പോൾ തൽക്കാലത്തേക്കാണ് വെച്ചിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മളിനി കാർവാർ എത്തിയിട്ട് അവിടെ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിലാണ് നമുക്കിത് കൊടുക്കേണ്ടത് കേട്ടോ. അവിടെ നിന്ന് റിമ്മൊന്ന് നമുക്ക് ചേഞ്ച് ചെയ്യണം. ഞങ്ങൾ ഇന്നലെ താമസിച്ച റൂം മുരുടേശ്വർ അമ്പലത്തിൻ്റെ അടുത്ത് നിന്ന് തന്നെ കിട്ടിയ റൂമാണ്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്, ചെറിയ റൂമാണെങ്കിലും നീറ്റാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കിടന്നുറങ്ങാൻ പിന്നെ ലഗേജ് വയ്ക്കുക അത്രയേ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവിടെയാണ് ഇന്നലെ കിടന്നുറങ്ങിയത്. ബാഗെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ സോക്സും കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് അലക്കി കാറ്റത്ത് ഉണങ്ങാൻ വെച്ചിരിക്കുക. പഞ്ചറെല്ലാം ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങണം കേട്ടോ. ബാഗെല്ലാം പാക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ രാത്രി സ്റ്റേ ചെയ്തത് കേട്ടോ. നമ്മളെ 3-ാമത്തെ ദിവസം ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇന്ന് ജൂൺ 16-ാം തീയതിയാണ്. നമ്മൾ ഇന്നിപ്പോൾ രാവിലെ സമയം 11 മണി കേട്ടോ. നമ്മൾ സമയം ഉദ്ദേശിച്ചതിൽ നിന്നും വൈകി. അപ്പോൾ ഇനി നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ ശിരൂരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ ഉണ്ട് കാർവാറിലോട്ട്. ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് കഴിഞ്ഞ വർഷം മണ്ണിടിച്ചിലിൽ അർജുൻ്റെ ലോറി അപകടത്തിൽപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു ഭീകരാന്തരീക്ഷം നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അതിൻ്റെ അവശിഷ്ടങ്ങൾ, ആ ലോറിയുടെ അവശിഷ്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും യാത്ര തിരിച്ചു കേട്ടോ. ഇത് കാർവാറിലോട്ട് പോകുന്ന ആ ഒരു റോഡാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവാം എത്രത്തോളം മഴയുണ്ട് എന്നുള്ളത്. നല്ല ശക്തമായിട്ടുള്ള മഴയാണ്. അപ്പോൾ ആ ഒരു മഴയത്താണ് നമ്മൾ ഈ ഒരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട്, അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു റിസ്ക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അതിനനുസരിച്ചിട്ട് ഈ പറഞ്ഞ സേഫ്റ്റി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് കാർവാർ ടണൽ. ഈ ഒരു മഴയത്ത് ആ ഒരു ടണൽ ദൂരെ നിന്ന് കാണാനും അതുപോലെ തന്നെ ആ ടണലിലൂടെ കടന്നു പോകുമ്പോൾ ഉള്ള ആ ഒരു ഫീലും വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു കേട്ടോ.
ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഒടുക്കത്തെ കാറ്റും ഒടുക്കത്തെ മഴയും. ആ ഒരു കാറ്റിൻ്റെ ഒരു ഇത് കാണണമെങ്കിൽ നിങ്ങൾ ആ കൊടി പറക്കുന്നത് കണ്ടാൽ മതി. കണ്ടില്ലേ? നല്ല ഭയങ്കരമായിട്ടുള്ള കാറ്റ്, പക്ഷെ ഭയങ്കര നല്ല ബ്യൂട്ടി ആയിരുന്നു കേട്ടോ കാണാൻ. എന്ത് രസമായിരുന്നു അറിയോ. അപ്പോൾ ഞങ്ങളൊരു 10 മിനിറ്റ് ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ പിന്നെ തിരിച്ച് യാത്ര തിരിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ കാർവാർ ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടുത്തെ ബുള്ളറ്റിൻ്റെ ഷോറൂമിൽ പോയതിന് ശേഷം അവിടുന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിരിക്കും നമ്മുടെ ബാക്കി പരിപാടികൾ. ഇന്ന് കാർവാറിൽ തന്നെ തങ്ങണോ അതോ ഗോവയിലേക്ക് പോകണോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.